ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ല വാഴപ്പിണ്ടി തോരനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നല്ല ഞാലിപ്പൂവൻ വാഴപ്പിണ്ടിയാണിത്. തോരൻ വെക്കാനായിട്ട് ഏറ്റവും നല്ലത് ഞാലിപ്പൂവിൻ്റെയൊക്കെ വാഴപ്പിണ്ടിയാണ്. നമുക്കിന്ന് ഇത് നല്ലൊരു തോരൻ വെക്കാം. തോരൻ കുറച്ച് സ്പെഷ്യലായിട്ടാണ് വെക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ്. വെച്ച പാത്രം കാലിയാവുന്ന അറിയില്ല. നമ്മളിതിലെ ഇൻഗ്രീഡിയൻസ് കുറച്ച് മാറ്റിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വാഴപ്പിണ്ടിയുടെ നാരെല്ലാം കളഞ്ഞ് നമ്മളിതുപോലെ വട്ടത്തിലേക്ക് അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല പോലെ നാര് കളഞ്ഞ് തന്നെ എടുക്കണം. അതിനായിട്ട് ഇതുപോലെ മുറിക്കണ സമയത്ത് നമ്മുടെ കൈവിരലൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. നാര് മൊത്തം നമ്മുടെ കയ്യിൽ ആയിക്കോളും. ഇതുപോലെ നമുക്ക് വാഴപ്പിണ്ടിയെല്ലാം നല്ലപോലെ ഒന്ന് നാര് കളഞ്ഞെടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുകയും കൂടി ചെയ്യണേ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ ഒരു ലൈക്കും കൂടി തരണേ. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. ഇത് നല്ലപോലെ നാര് കളഞ്ഞെടുക്കണം. നന്നായിട്ട് ഇതിന് നാരുള്ളതാണ്. നാര് കളഞ്ഞെടുത്തതിന് ശേഷം നമ്മളിതെല്ലാം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. തോരനായതുകൊണ്ട് തന്നെ നല്ലപോലെ ചെറുതാക്കിയാണ് അരിഞ്ഞെടുക്കുന്നത്. വാഴപ്പിണ്ടി നന്നായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അരപ്പിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവിന് ആവശ്യത്തിന് നമ്മൾ കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. തോരനൊക്കെ കാന്താരി മുളകാണ് ഏറ്റവും ടേസ്റ്റ്. 2 ചുള വെളുത്തുള്ളി, അതുപോലെ തന്നെ 5-6 ചുള ഉള്ളി, അതുപോലെ തന്നെ ഒരു നുള്ള് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. നമ്മളിതിൽ ജീരകം കൂടാതെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇന്ന് ചേർക്കുന്നത് 2 ചുള വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് വെളുത്തുള്ളി ചേർത്ത് നോക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇടിഞ്ചക്ക തോരനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ജീരകം മാത്രമേ അരയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കമൻസായിട്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു വെളുത്തുള്ളി കൂടി ചേർത്താലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയെന്ന്. അപ്പോൾ നമ്മൾ വാഴപ്പിണ്ടി വെച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സാധാരണ നമ്മൾ വെളുത്തുള്ളി അരയ്ക്കാറുണ്ടായിരുന്നില്ല. അരച്ച് ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു വാഴപ്പിണ്ടി തോരന്. നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റി. നമുക്കിനി തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ പാത്രം വെച്ച് കൊടുത്ത് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കടുക് ചേർത്ത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. രണ്ടും നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കുക. വാഴപ്പിണ്ടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു തുള്ളി വെള്ളം പോലും എക്സ്ട്രാ ചേർത്ത് കൊടുക്കരുത്. അതിനാവശ്യത്തിനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ട്. കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം. അത് നന്നായിട്ട് തന്നെ വേവുന്ന സമയത്ത് വെള്ളം ഇറങ്ങിക്കോളും. നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് വാഴപ്പിണ്ടിയിൽ ശരിക്കും ഉപ്പ് പിടിക്കത്തുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവുന്ന സമയത്ത് വാഴപ്പിണ്ടിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. എന്നാലും അത് നന്നായിട്ട് തന്നെ പറ്റി വന്നോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ വാഴപ്പിണ്ടിയിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്കുള്ള എല്ലാ ചേരുവയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പാകമായി വന്നാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് ആവി വരുവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തോരന് നന്നായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി പാകമാകാനുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഒതുക്കി വെച്ചതിന് ശേഷം മൂടി വെച്ചുകൂടി നമുക്ക് വേവിച്ചെടുക്കാം.
ഇത് നമ്മുടെ വാഴപ്പിണ്ടി അങ്ങനെ ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എങ്ങാനും ഇതിൽ വെള്ളമൊക്കെ വലിയാനുണ്ടെങ്കിൽ വെള്ളം വലിയോളം നമുക്ക് വേണമെങ്കിൽ വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. ഇത് എന്തായാലും വെള്ളം പറ്റി വന്നിട്ടുണ്ട്. നല്ല പാകത്തിന് തോരനായിട്ടുണ്ട്. ഇത് കറക്റ്റ് വേവുമായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ വാഴപ്പിണ്ടി തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഇത് തന്നെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി. സാധാരണ നമ്മൾ ജീരകം മാത്രം അരയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുവരെ വെളുത്തുള്ളി ഒന്നും ചേർത്ത് അരച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു ഡിഫറൻറ്റ് ഉണ്ട്. ഇതപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി തോരനാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. ഇതപ്പോൾ നമ്മുടെ തോരൻ എങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വിളമ്പിയാൽ മാത്രം മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.